ഹലോ അമ്മേ. മോളെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഗാഥയുടെ കാര്യോ? സിത്താര മാഡം വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് ഗാഥയും കൂട്ടി ഞങ്ങൾ നാഗത്തറയിൽ പോയിരുന്നു. അവിടെ വെച്ച് പരിഹാര പൂജ ചെയ്യാൻ പറഞ്ഞപ്പോ പൂജാരി കൃഷ്ണയുടെ പേരിൽ അത് ചെയ്യാൻ തീരുമാനിച്ചത്. എല്ലാം അയാൾക്കറിയാവുന്നതല്ലേ. കഷ്ടായല്ലോ അമ്മേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? അയാൾ സംശയിക്കില്ലേ? അന്യൻ സാറിനോട് പറയുകയും ചെയ്തു. ഗാഥയുടെ നാളും പേരും എന്തായാലും മാറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പോ വഴിപാടിന് ബലമില്ലാണ്ട് വരില്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാഗത്തറയിലുള്ള പൂജാരിയെ വിളിച്ച് ഗാഥയുടെ പേരില് ഇവിടെ ആ പ്രായശ്ചിത്ത പൂജ ചെയ്യാം. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. പൂജയുടെ പ്രസാദം ഗാഥയുടെ അടുത്തേക്ക് എത്തണമല്ലോ. എനിക്ക് അങ്ങോട്ട് എങ്ങനെ എത്താൻ പറ്റാ? അത് ഇപ്പൊ മോളെ, അമ്മ ഒരു കാര്യം ചെയ്താൽ മതി. മോളിക്കുട്ടിയെ വിളിച്ച് എന്റെ അടുത്തേക്ക് വരാൻ പറ. പ്രസാദം ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തുവിടാം. അതെങ്കിലും അവളോട് നണിയാൻ പറ. നമ്മൾ അവക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒന്നും ആ കുട്ടിയുടെ തലയെ കയറില്ല. അതിന് വൈരാഗ്യം മാത്രമേ അറിയൂ. അമ്മ അതൊന്നും കാര്യാക്കണ്ട. അമ്മ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. സിത്താര മേഡം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. അവൾ അനുസരിച്ചോളും. ഞാൻ പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. മോളിക്കുട്ടിയോട് പെട്ടെന്ന് വരാൻ പറ. ശരി, ഞാനിപ്പോ അവളെ അയക്കാം. ഹലോ, പൂജാരിയല്ലേ? സൂക്ഷിച്ചു. അച്ഛാ വേദനിക്കുന്നുണ്ടോ അച്ഛാ? ഒട്ടും വേദനയില്ലടി മോളെ, വല്ലാത്ത സുഖം. എന്റെ ദൈവമേ, ഇമാതിരി സുഖം ശത്രുക്കൾക്ക് പോലും കൊടുത്തേക്കല്ലേ. അയ്യോ നിർമ്മലേ, എന്താ? ഒരു കാര്യമുണ്ടേ. ഞാന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് എന്നെ ചോദ്യം ചെയ്യാനായിരിക്കും ഇവിടെയുള്ള എല്ലാരും നിൽക്കുന്നത്. പക്ഷേ ആരും എന്നെ ഇനി കൈകാര്യം ചെയ്യാതെ ഒന്ന് പ്രത്യേകം പറയണം, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കണം കേട്ടാ. എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല ഉദയേട്ടാ. ഉദയ, അകത്ത് കയറാൻ വരട്ടെ. പൂജാ സമയത്ത് നടന്ന അനിഷ്ടങ്ങൾക്ക് എന്താ കാരണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. ഈ കളരിക്കൽ തറവാട്ടിൽ എന്തൊരു നല്ല കർമ്മങ്ങൾ നടന്നാലും നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ കൊണ്ട് അതിനൊരു വിഘ്നം ഉണ്ടാവും. ഇന്നലെ അത് സംഭവിച്ചു. അതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത്.